ഈ സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് വ്യാപിക്കുന്നത്. കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപകമായി വ്യാപിക്കപ്പെടുകയാണ്, ലഹരി വ്യാപകമായി വിതരണം ചെയ്യാണ്. ഒരിക്കലും ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെന്റ് ഏജൻസിയും പോകുന്നില്ല, എക്സൈസും പോകുന്നില്ല, പോലീസും പോകുന്നില്ല. മിനിറ്റുകൾക്ക് മാർക്ക് വേണമെങ്കിലും ഏറ്റവും മാരകമായ ഈ സബ്സ്റ്റൻസ് കിട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. SSLC പഠിക്കുന്ന കുട്ടികളിൽ അവരുടെ പാർട്ടി നടത്തിയാണ്, ഡ്രഗ് പാർട്ടി നടത്തിയാണ്, പിന്നെ ബോധവൽക്കരണം നടത്തിയെന്നാണ് പറയുന്നത്. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. പിന്നലേക്കുണ്ടായ സംഭവങ്ങൾ പരസ്യമായിട്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാണ്. കൊച്ചുകുട്ടികളാണ്, 14ഉം 15ഉം വയസ്സുള്ള കുട്ടികളാണ്. പല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ, കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ 2 ഗ്യാങ്ങുകളായി തിരിഞ്ഞ അടിയാണ്. ഒരു കുട്ടി ഇന്നലെ കൊല ചെയ്യപ്പെട്ടു. വ്യാപകമായി ക്യാമ്പസുകളിൽ റാഗിംഗ് ആണ്. ഒരു സൈഡിൽ SFI ആണ്. സിദ്ധാർത്ഥന്റെ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട കുട്ടികൾ വീണ്ടും അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്ത് അവർ പരീക്ഷ എഴുതി കൂളായി നടക്കുകയാണ്. ഈ കാപ്പ കേസിലെ പ്രതികളെ പോലും മന്ത്രിമാര് പോയി മാലയിട്ട് സ്വീകരിക്കുകയാണ്. അപ്പൊ ക്രിമിനലുകളും ഗുണ്ടകളും ലഹരി മരുന്നും മാഫിയയും അഴിഞ്ഞാടുന്ന സംസ്ഥാനമായി കേരളം പോയി. പോലീസിന്റെ കൺട്രോളിലോ എക്സൈസിന്റെ കൺട്രോളിലോ ഒന്നുമല്ല. ഗവൺമെന്റിന് സ്വന്തക്കാരെ സംരക്ഷിച്ചാൽ മാത്രം മതി. രാഷ്ട്രീയ രക്ഷാകർതൃത്വം എന്നുള്ള വാക്ക് സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിച്ചത്, വെറുതെ പറഞ്ഞല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞാണ്, നിയമസഭയിൽ പറഞ്ഞ വാക്കാണ് ഞാൻ പുറത്തു പറയുന്നത്. ഉണ്ട്, അതിന്റെ സംരക്ഷണമുണ്ട്. അതാണ് അപകടത്തിലേക്ക് എത്തിക്കുന്നത്.